ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ പലർക്കും പല എക്സാമിലും സ്കോർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് നെഗറ്റീവ് അടിക്കുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പല ആൾക്കാരും ഈ കറണ്ട് അഫയേഴ്സ് രീതി പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു രീതി വ്യത്യസ്തമാണ് അല്ലേ. കാരണം ചില ആൾക്കാർ പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും, അവർക്ക് നല്ലൊരു മാർക്കിലേക്ക് ഒരുപക്ഷെ അവർക്ക് എത്താൻ സാധിക്കും. എന്നാൽ ചില ആൾക്കാർ എക്സാമിനോടനുബന്ധിച്ച് ലാസ്റ്റ് ടൈമിൽ ഒരു റിവിഷൻ നടത്തും. ചിലപ്പോൾ നമ്മുടെ ലെക്ക് കൊണ്ട് നമ്മൾ പഠിച്ചു തന്നെ വന്നു എന്ന് വരാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പരീക്ഷയിൽ നല്ലൊരു സ്കോർ നേടാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് എങ്ങനെയാണ്, കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ന്യൂസ് പേപ്പറിന്റെ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് എഴുതി പഠിക്കേണ്ട ഒരു കാര്യമാണോ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്തരം നിങ്ങളുടെ സംശയങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഞാൻ മുഹമ്മദ് ഫാരിസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സുകളാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു പഠനത്തിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, ഇനി എങ്ങനെ പഠിക്കണമെന്ന് സ്റ്റെക്കായി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെ അവർ പഠിച്ചു തുടങ്ങണം, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് അപ്ഡേഷൻ. എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുകൊണ്ടിരിക്കണം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജോഗ്രഫിയോ ഹിസ്റ്ററിയോ പഠിക്കുന്നത് പോലെയല്ല കറണ്ട് അഫയേഴ്സ്. കാരണം ജോഗ്രഫിയും ഹിസ്റ്ററിയും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ, നിങ്ങളൊരു ഫാക്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായ വർഷം എന്താണ്, ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോൾ അതൊരു നമ്പറാണ്, ആ നമ്പർ ഇനി ചേഞ്ച് ആവത്തേ ഇല്ല, അതൊരു ഫാക്റ്റ് ആണ്. അതുകൊണ്ട് ആ നമ്പർ ഇനി ഒരിക്കലും മാറത്തില്ല. പക്ഷേ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റഡ് ആവണം. നിങ്ങൾ പദവികളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇന്ന് ആരാണോ വ്യക്തി അയാൾ തന്നെ നാളെ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്നൊരു വ്യക്തിയാണെങ്കിൽ കുറച്ചൊരു 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ 1 or 2 വ്യക്തികൾ മാറിയിട്ടുണ്ടാവും അല്ലെ. അപ്പോ അതുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഇനിയിപ്പോ ഈ അപ്പോയിന്റ്മെന്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, അവാർഡുകളുടെ കാര്യത്തിലാണെങ്കിലും, ഇപ്പോ സാഹിത്യ അവാർഡുകൾ, ഫിലിം അവാർഡ്സ്, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിൽ ഒരു വഴി എന്ന് പറയുന്നത്. അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ആദ്യത്തെ കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം. പിന്നെ ന്യൂസ് പേപ്പർ വായിക്കേണ്ടതുണ്ടോ? പണ്ടെല്ലാം നമുക്ക് അധികം ചോദിച്ചിരുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് ന്യൂസ് പേപ്പർ CS കറണ്ട്, അതായത് ഇപ്പൊ അടുത്ത് നടന്ന എക്സാംസ് നോക്കുകയാണെങ്കിൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് പത്രവാർത്തകൾ എന്തായിട്ട് വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അതായത് അത്രയും ന്യൂസ് പേപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരാൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ എന്താണ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പത്രം വായിക്കുന്ന ശീലം നല്ലതാണ്. പറ്റുമെങ്കിൽ നിങ്ങളൊരു ഇംഗ്ലീഷ് പത്രമാധ്യമങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുക. അത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നാൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവരുടെ പ്രസന്റേഷൻ. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് മാറും. സോ അതുകൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ പല പരീക്ഷകളിലും അടുത്ത നടന്ന LSTA, അതുപോലെ പല അസിസ്റ്റന്റ് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാം, അതുപോലെ ഏറ്റവും ഒടുവിലായിട്ട് നടന്ന LDC പരീക്ഷകളിൽ ഇതിലൊക്കെ പത്രവാർത്തകൾ വരെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പത്രം വായിക്കുന്നത് നല്ലതാണ്. പിന്നെ പല ടെലിഗ്രാം ചാനൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസ് കട്ടിങ്സ്, അങ്ങനെയൊക്കെ പല റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുകൂടി നിങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് പഠനത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ റിവിഷൻ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഏത്, ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. റിവിഷൻ, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അത്ര ഓരോ മാർക്കും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ബാക്കിയുള്ള ടോപ്പിക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാവും. റിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഓർമ്മ, കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു പോയിന്റ് നിങ്ങളുടെ ഓർമ്മ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹിസ്റ്ററിയോ ജോഗ്രഫിയോ പഠിച്ച ആ ഒരു ഫാക്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ നിന്ന് മാറത്തില്ല. പക്ഷേ
കറണ്ട് അഫയേഴ്സ് അങ്ങനെയല്ല, നിങ്ങൾ അപ്ഡേറ്റഡ് ആവണം, അത് നിങ്ങളുടെ ഓർമ്മയിൽ വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് റിവിഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കുക. മറന്നുപോയ പോയിന്റുകളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. പിന്നീട് പോൾസ്, ഈ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് മാത്രമല്ല, മറ്റെല്ലാ ടോപ്പിക്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിന് നിങ്ങൾ നിരന്തരമായിട്ട് പോൾസുകൾ, അതിന് പല റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ പല ടെലിഗ്രാം ചാനൽസ് ഉണ്ട്, അതുപോലെ ഈ ന്യൂസ് പേപ്പർ, നമ്മുടെ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത പോലത്തെ പല പ്രസിദ്ധീകരണങ്ങളുണ്ട്. നമ്മുടെ തന്നെ പല ചാനലിലും, നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പോൾസും ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പോൾസ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് പോൾസ് ചെയ്യുന്നതും നിങ്ങളുടെ പഠനത്തെ ആ ഒരു നിലവാരം എത്രയാണ് അത് അളക്കുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്മാർട്ട് സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ചത് അവസാന ഘട്ടത്തിൽ ചില ആൾക്കാർ അവസാന ഘട്ടത്തിൽ, ഞാനത് പ്രോത്സാഹിപ്പിക്കുകയല്ല, അവസാന ഘട്ടത്തിൽ കറണ്ട് അഫയേഴ്സ് നോക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ബാക്കിയുള്ള ടോപ്പിക്ക് സെറ്റ് ആക്കിയിട്ട് കറണ്ട് അഫയേഴ്സ് അവസാന ഘട്ടത്തിൽ നോക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ടൈം, ലിമിറ്റഡ് ടൈം ആണ്, അതിൽ അവർ പഠിക്കുന്നത് മാക്സിമം അവർക്ക് എഫക്റ്റീവ് ആവണം. സോ അതിന് നിങ്ങൾ ഒരു സ്മാർട്ട് സ്റ്റഡി നടത്തണം. എന്താണ് സ്മാർട്ട് സ്റ്റഡി? ഈ സ്മാർട്ട് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ച ഏരിയാസ്, അത് നിങ്ങൾ 1-2 പേപ്പേഴ്സ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ 2024 ഇപ്പൊ വരാൻ പോകുന്ന ഇനിയിപ്പോ LGS ഘട്ട പരീക്ഷകളുണ്ട്, ഇനി 2-3 ഘട്ട പരീക്ഷകളുണ്ട്, അതുപോലെ തന്നെ 10th പ്രിലിംസ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ 2024 കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? നിങ്ങൾക്ക് ഒരു പഠിച്ചാൽ ഉറപ്പുള്ള മാർക്ക് കിട്ടുന്ന ഗ്യാരണ്ടി ടോപ്പിക്സ് കിട്ടും. അതായത് ഇന്ന ടോപ്പിക്ക് പഠിച്ചാൽ അത് ചോദിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ അതാണ് സ്മാർട്ട് സ്റ്റഡി. അതായത് ഇത് ഞാൻ കൂടുതലായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് അവസാന ഘട്ടത്തിൽ കറണ്ട് അഫയേഴ്സ് നോക്കുന്നവർക്കാണ്. അവർക്ക് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ അവർക്ക് പരീക്ഷയെ നേരിടാൻ പറ്റും, അതിനുള്ളൊരു ട്രിക്കാണ് എന്നു പറയുന്നത്. അതായത് സ്മാർട്ട് സ്റ്റഡി, അതായത് ഒരു 2024 +2 10th ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ട് ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ലൊരു ശതമാനം മാർക്ക്, ചിലപ്പോൾ മുഴുവൻ മാർക്ക് കിട്ടിയില്ലെങ്കിലും നല്ലൊരു ശതമാനം മാർക്ക് നേടാൻ നിങ്ങളത് സഹായിക്കും. കീ ടോപ്പിക്, ഈ കീ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ കീ ആയിട്ടുള്ള ടോപ്പിക്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ചന്ദ്രയാൻ 3 അല്ലെ, ഒരുപാട് ആ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ശേഷം, സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ശേഷം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പരീക്ഷകളിൽ ഈ ചന്ദ്രയാൻ 3 തന്നെ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോ പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞു, ഇനിയുള്ള ഓരോ പരീക്ഷകളിലും പാരീസ് ഒളിമ്പിക്സിന്റെ ഓരോ ഫാക്ടുകൾ ഇങ്ങനെ ചോദ്യമായിട്ട് മാറും. അപ്പോൾ ഇതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ടോപ്പിക് ആയിരുന്നു ഏഷ്യൻ ഗെയിംസ്. എനിക്ക് ഓർമ്മയുള്ള ജസ്റ്റ് എടുത്ത് പറയാം. ഏഷ്യൻ ഗെയിംസ് ഒക്കെ ആദ്യമായിട്ടാണ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ 100+ മെഡൽ നേടുന്നത്. സോ അതൊക്കെ ഒരുപാട് എക്സാമിൽ എടുത്ത് ചോദിച്ചത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് PYQ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കീ ടോപ്പിക്സ് നിങ്ങൾക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിലെ മാക്സിമം പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, മാക്സിമം റിസോഴ്സസ് നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ മറ്റുള്ള ടോപ്പിക്സ്, മറ്റുള്ള GK ടോപ്പിക്സിൽ ഹിസ്റ്ററിയോ ജോഗ്രഫി ഒന്നും നിങ്ങൾ മാക്സിമം റിസോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അത്തരം ടോപ്പിക്സ് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്ന ആ ഒരു കാര്യം, കണ്ടന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ആ ടോപ്പിക്കിലൊക്കെ ഞാൻ അതാ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ കറണ്ട് അഫയേഴ്സ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഒരു കടൽ പോലെയാണ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം റിസോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുക. കാരണം നിങ്ങളുടെ ഓർമ്മ, ആ ഒരു പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ ഓർമ്മശക്തി എങ്ങനെയാണ്, അവിടെ തന്നെയാണ് മാർക്ക് വീഴുന്നത്. ഓക്കെ, നിങ്ങളുടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഓർമ്മശക്തി എങ്ങനെയാണ്, അവിടെയാണ് ആ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് മാർക്കുകൾ വീഴുന്നത്. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കും കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പഠിത്തത്തിൽ ഒരു സിസ്റ്റമാറ്റിക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഈ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുക, അല്ലെ? കാരണം കറണ്ട് അഫയേഴ്സ് പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആപ്പിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അതായത് പഠിക്കാൻ എളുപ്പത്തിന് കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആദ്യം,
ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, അതുപോലെ ഇപ്പോൾ അതായത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഏതാ മാസം, ഇത് നവംബർ ആണ്. അപ്പോൾ നവംബറിലെ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ച ഒരു ക്ലാസ്. പിന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, പിന്നെ സ്പോർട്സ്, വേൾഡ്, അങ്ങനെ സോർട്ട് ചെയ്തിട്ട്, അല്ലാതെ മിക്സ് ചെയ്തിട്ടല്ല. ആദ്യം കേരളം, പിന്നെ ഇന്ത്യയിൽ ഒരു കറണ്ട് അഫയർ. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പഠിത്തത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്കൊരു ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പരീക്ഷയിൽ നന്നായിട്ട് എഫക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 10th പ്രിലിംസ്, ഇനിയിപ്പോൾ LDC കഴിഞ്ഞ് പല ആൾക്കാരും ചിലപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവർ നിരാശരാവണ്ട, അവർക്ക് ഉടനെ തന്നെ മറ്റൊരു അവസരം വരുന്നുണ്ട്. 10th പ്രിലിംസ് എക്സാം ഫസ്റ്റ് ഡേറ്റ് December 28, അതുപോലെ 2-3 ഘട്ടങ്ങളുടെ എക്സാം ജനുവരിയിൽ വരുന്നുണ്ട്, ഫെബ്രുവരിയിൽ 4ാം ഘട്ടം വരുന്നുണ്ട്. അപ്പോൾ 4 ഘട്ട പരീക്ഷകളിലായിട്ട് 10th പ്രിലിംസ് എക്സാം പ്രധാനമായിട്ടും ലാബ് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ LDCയോടെ കൂടിയിട്ട് അവസരങ്ങൾ കഴിയുന്നില്ല, അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പഠനം നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ഈ ഒരു 45 ഡേ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ 10th പ്രിലിംസിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇവിടെ കട്ട് ഓഫ് മാർക്കാണ്. ആ കട്ട് ഓഫ് കടന്നവരൊക്കെ മെയിൻസ് എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യാണ്. ഇത് ഓൾറെഡി PSC എക്സാം എഴുതുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നിങ്ങളുടെ ആ ഒരു സിലബസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, അതായത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പല ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നല്ലൊരു മാർക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക, ആ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന കടമ നിങ്ങളെ കടത്തുക എന്നുള്ളതാണ് ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കീ ടോപ്പിക്സ്, ഇപ്പോൾ കെമിസ്ട്രിയുടെ കാര്യങ്ങളാണെങ്കിൽ ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ജാലിയൻ വാലാബാഗ്, അതുപോലെ അഹമ്മദാബാദ് തുണിമിൽ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, ഇതൊക്കെ നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് ഒക്കെ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് നല്ലൊരു മാർക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ആദ്യം തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. അതിനായിട്ട് ഈ ഒരു നമ്പറിൽ 8590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആരും മറക്കണ്ട, ഇനി LDC കഴിഞ്ഞു, LGS വരുന്നുണ്ട്. അതെല്ലാവർക്കും എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല, ഡിഗ്രി ഉള്ളവർക്ക് LGS എഴുതാൻ പറ്റത്തില്ല. സോ ഈ LDC എഴുതിയ ആൾക്കാർ ഒട്ടും ഇനി ആ ഒരു ഡൗൺ ആവരുത്, എണീക്കാനുള്ള സമയമാണ്. 10th പ്രിലിംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഫ്ലോ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കറണ്ട് അഫയേഴ്സ് കണ്ടന്റും മറ്റ് കണ്ടന്റ്സ് ഒക്കെ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്